നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സഞ്ജുവിന് വേണ്ടി അമ്മു ലക്ഷ്മി പൂജ ചെയ്യുന്നത് കണ്ടിട്ടാ ഞാൻ വരുന്നത്. റൂമിലിരുന്ന് അവളത് ചെയ്യുക. സഞ്ജുവിനെ ഭർത്താവായി സങ്കല്പിച്ചുകൊണ്ട് ഇതുവരെ എല്ലാം ഞാൻ സഹിച്ചു. ക്ഷമിക്കാവുന്നതിന്റെ പരിധിക്കപ്പുറം ഞാൻ ക്ഷമിച്ചു. ഇനി വയ്യ, ഇനി എനിക്കിത് താങ്ങാൻ വയ്യ സഞ്ജു. സ്വാതി, അവൾ എന്തെങ്കിലും പൂജ നടത്തിയാൽ നമ്മൾ എങ്ങനെ അത് ബാധിക്കുക? ഒരാൾക്ക് ആർക്ക് വേണമെങ്കിലും പൂജയോ വഴിപാടുകളോ നടത്തിക്കൂടെ? സ്വാതി, നീ അതിന് ആ സെൻസിലെടുക്ക്. ലക്ഷ്മി പൂജയെ പറ്റി എന്തറിഞ്ഞിട്ടാ സഞ്ജു സംസാരിക്കുന്നത്? എനിക്ക് ഈ പൂജകളിലൊന്നും വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ഇന്നലെ വരെ എന്റെ ഭർത്താവിന്റെ ബെഡ്റൂമിൽ കയറി ഇറങ്ങിയതും ഭാര്യ ചമഞ്ഞ് നടന്നതും പോലെയൊന്നും അല്ല അവളിപ്പൊ കാട്ടിക്കൂട്ടുന്നത്. ഒരു പുരുഷന് വേണ്ടി ലക്ഷ്മി പൂജ നടത്തുന്നവള് അയാളുടെ ഭാര്യയായിരിക്കണം. അയാള് അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പെണ്ണായിരിക്കണം. സഞ്ജു താലി കെട്ടിയ പെണ്ണ് ഞാനാ, അല്ലാതെ ലക്ഷ്മിയല്ല. അവൾ ഈ പൂജ ചെയ്യാൻ പാടില്ല. അത് ദോഷമായി തീരുന്നു മനസ്സിലാക്കി അവളെ തടയാൻ ഇവിടെ ആരുമില്ലേ? സഞ്ജുവിന് കോമഡിയായി തോന്നും. എനിക്കങ്ങനെയല്ല. എന്റെ മനസ്സാ പൊള്ളി പോയത്. ഞാൻ അണിഞ്ഞ ഈ താലിക്ക് എന്ത് വിലയാ ഉള്ളത്? സഞ്ജു ഒന്ന് പറഞ്ഞതാ. ഏതൊരാള് കെട്ടിയ താലി സഞ്ജുവിന്റേതാണെന്ന് അവള് പറഞ്ഞു നടന്നിട്ടും അത് ക്ഷമിച്ചവളാ ഞാൻ. ഇനി എനിക്കതിന് വയ്യ സഞ്ജു. വീണ്ടും വീണ്ടും ഒരു കോമാളിയാവാൻ എനിക്ക് കഴിയില്ല. സഞ്ജുവിന് ഇതിന്റെ സീരിയസ്നെസ് ഇപ്പോഴും അറിയില്ല. പൂജ അവിടം കൊണ്ട് തീർന്നുവെന്ന് സഞ്ജു കരുതേ വേണ്ട. ഇനിയാ സഞ്ജു ഞെട്ടാൻ പോകുന്നേ. ശരിക്കുള്ള പൂജയ്ക്ക് പങ്കാളിയാവേണ്ടത് ഭർത്താവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് മുന്നിൽ ഭർത്താവായി സഞ്ജു നിൽക്കണം. സഞ്ജു തയ്യാറായി നിന്നോ? ഭർത്തൃപൂജയ്ക്ക് അവൾ ഉടനെ വരുന്നുണ്ട്. അവളുടെ സീമന്തത്തിൽ സഞ്ജുവിന് കുങ്കുമം വെക്കേണ്ടി വരും. അപ്പൊ സഞ്ജുവിന് മനസ്സിലാവും എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചത് എന്താണെന്ന്, ഞാൻ എങ്ങനെ അപമാനിതയായെന്ന്. സ്വാതി, സഞ്ജു തയ്യാറായി നിന്നോ? ഭർത്തൃപൂജയ്ക്ക് അവൾ ഉടനെ വരുന്നുണ്ട്. അതെ സഞ്ജുട്ടാ, ആദ്യന്റെ സീമന്തരേഖയിൽ ഈ കുങ്കുമം ഒന്ന് തൊട്ടു തരണം.
സഞ്ജുയുടെ കുങ്കുമം വെച്ചതാ. ഇന്നലെ വരെ എന്റെ ഭർത്താവിന്റെ ബെഡ്റൂമിൽ കയറി ഇറങ്ങിയതും ഭാര്യ ചമഞ്ഞ് നടന്നതും പോലെയൊന്നും അല്ല അവൾ ഇപ്പൊ കാട്ടിക്കൂട്ടുന്നത്. ഒരു പുരുഷന് വേണ്ടി ലക്ഷ്മി പൂജ നടത്തുന്നവള് അയാളുടെ ഭാര്യയായിരിക്കണം. അയാള് അഗ്നിസാക്ഷിയായി താലി കെട്ടിയ പെണ്ണായിരിക്കണം. സഞ്ജു താലി കെട്ടിയ പെണ്ണ് ഞാനാ, അല്ലാതെ ലക്ഷ്മിയല്ല. സഞ്ജുവേട്ടാ, ആർക്കും വേണ്ടി നീ കോപ്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത? എനിക്ക് വേണ്ടിയാണെങ്കിൽ എന്റെ ജീവൻ രക്ഷിക്കാൻ നീ എന്റെ ആരടി? എന്ത് ബന്ധമാണ് നീ ഞാനും തമ്മിലുള്ളത്? സഞ്ജുവേട്ടാ, സഞ്ജുവേട്ടാ, ഞാൻ സഞ്ജുവേട്ടന്റെ ആരാന്ന് സഞ്ജുവേട്ടന് അറിയില്ലേ? ഓ, നീ എനിക്ക് ആരുമല്ല. എന്റെ സ്വസ്ഥത കിടത്താൻ കേറി വന്നൊരു പെണ്ണ നീ. നീ എന്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവോ അല്ല. എന്താ ഇവിടെ? നീ ഇവിടെ വന്ന ശേഷം എന്റെ ജീവിതം തന്നെ താളം തെറ്റി. സഞ്ജു, നിന്റെ പേക്കൂത്തുകൾ കണ്ടു നിൽക്കാൻ മാത്രം വിഡ്ഢിയല്ല ഞാൻ. ഇനി നിന്റെ ഒരാവശ്യം എനിക്കില്ല. സഞ്ജു മോനെ, അയ്യോ, എന്റെ ദേവി, ലക്ഷ്മി പൂജയുടെ പ്രസാദം നീ തട്ടി എറിഞ്ഞോ? എന്താ മോനെ, എന്ത് പറ്റി? കണ്ടില്ലേ അച്ഛാ? സഞ്ജു, നീ കാണിച്ചത് ഈശ്വരൻ നിന്നയാ. എനിക്ക് ലക്ഷ്മി പൂജ ചെയ്യാൻ അവൾക്ക് എന്ത് അവകാശമുള്ളത്? ആ പൂജ ചെയ്യേണ്ടതേ സ്വാതിയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.